ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഒരു ഭാഗമാണ്. അത് ചില കാര്യങ്ങളൊക്കെ മറ്റ് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രമായിട്ട് കുറച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. സിമ്പിളായിട്ട് എന്താണെന്ന് പറഞ്ഞു തരിക, അത്രേ ഉദ്ദേശമുള്ളൂ. ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല, ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ശബ്ദ വിഭാഗങ്ങൾ എന്നാണ്. മലയാളത്തിലുണ്ട്, മറ്റ് ഭാഷകളിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നൗണുമായിട്ട് ബന്ധപ്പെട്ടത് പ്രൊനൗൺ, അതിനോട് ചേർന്ന് നിൽക്കുന്നത് അഡ്ജക്റ്റീവ്സ്, പിന്നീട് വരുന്ന വെർബിനോട് ചേർന്ന് വരുന്ന അഡ്വർബ്, പിന്നീട് വരുന്നത് പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ വരുന്നത് കൺജങ്ഷൻ കഴിഞ്ഞ് വരുന്നത് ഇൻ്റർജെക്ഷൻ. ഓക്കെ, അത് ഓരോന്നിനെക്കുറിച്ചും ഓരോ ക്ലാസ്സായിട്ട് പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് നൗൺസിനെ കുറിച്ചാണ്. അതിന് മുൻപ് ഇംഗ്ലീഷിലെ വേർഡ്സ് 2 ക്ലാസ്സായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് ഫോം വേർഡ്സ്, ഫോം ക്ലാസ് അല്ലെങ്കിൽ ഫങ്ഷൻ ക്ലാസ് അല്ലെങ്കിൽ ഫങ്ഷൻ വേർഡ്സ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഫോം ക്ലാസ് എന്ന് പറയുന്നത് സ്വന്തം ആയി അർത്ഥമുള്ളതും അതിൽ നിന്ന് ഡെറിവേറ്റീവ്സൊക്കെ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാക്കാവുന്നവയുമാണ്. എന്നാൽ ഫങ്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഗ്രാമറ്റിക്കൽ ഫങ്ഷൻ മാത്രമുള്ള വാക്കുകളാണ്. അതിൽ നിന്നും ഡെറിവേറ്റീവ്സ് ഒന്നും ഉണ്ടാകുന്നില്ല. ആ യൂസേജിൽ വരുമ്പോൾ ഡെറിവേറ്റീവ്സ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ലെക്സിക്കൽ വേർഡ്സ് ആണ് ഏത് ഫോം ക്ലാസ്. ഡിക്ഷണറിയിൽ വ്യത്യസ്തമായ ഫോമിൽ കാണുന്ന ഡെറിവേറ്റീവ്സ് ഉള്ള വാക്കുകൾ. എന്നാൽ ഫങ്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർഡ്സ് ആയിട്ട് വരുന്ന സമയത്ത് അവയ്ക്ക് അത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വിൽ എന്നൊരു വാക്ക് വിൽ കം എന്ന് ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് വിൽ കം മാത്രമേ ഉള്ളൂ. വില്ല് വേറെ ഉപയോഗമൊന്നുമില്ല. അൺവില്ലെന്നോ അൺവില്ലിങ്ങെന്നോ വില്ലിങ്ങെന്നോ ഒന്നും വരില്ല. ഓക്കെ, അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ വില്ല് ഓക്സിലറി ആയിട്ട് വരുന്നിടത്ത് ഫ്യൂച്ചർ ടെൻസിന് വിൽ കം എന്ന ഒരു യൂസേജ് ആ രീതിയിൽ വെർബിനോട് കൂടി, അതായത് ക്രിയാധാതുകൊണ്ട് കൂടി ഹെൽപ്പിംഗ് വേർഡായിട്ട് ഫ്യൂച്ചർ ടെൻസ് ഫോം ഉണ്ടാക്കാൻ വിൽ ചേർക്കുന്നു, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ആ സമയത്ത് അത് ഓക്സിലറി വെർബാണ്, അതിൽ നിന്ന് മറ്റ് വാക്കുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ ഫങ്ഷൻ വേർഡ്സ് കാര്യം പറഞ്ഞു, അത് ഗ്രാമറ്റിക്കൽ വേർഡാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മറ്റ് പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ലേ? എന്നാൽ ഫോം വേർഡ്സ് അങ്ങനെയല്ല. അതിൽ നിന്ന് നമുക്ക് നൗൺസ്, അഡ്വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, മറ്റ് ഫങ്ഷൻ ഫോംസ് എല്ലാം രൂപീകരിക്കാൻ കഴിയും. അതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ വേർഡ്സ് 2 തരത്തിൽ, ഫോം വേർഡ്സും അതിൽ വരുന്ന നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്. ഓക്കെ, എന്നാൽ ഫങ്ഷൻ വേർഡ്സിൽ വരുന്നതാണ് ബാക്കിയുള്ള പാർട്സ് ഓഫ് സ്പീച്ച് വരുന്ന പ്രിപ്പോസിഷൻ, അതുപോലെ കൺജങ്ഷൻ, ആർട്ടിക്കിൾസ് ഫങ്ഷൻ വേർഡിൽ വരുന്ന ആണ്, പക്ഷേ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗമല്ല. ഡെമോൺസ്ട്രേറ്റീവ് നൗൺസ്, ദിസ് ദാറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓക്സിലറി വെർബ്സ് പറഞ്ഞു. ഈ ഓക്സിലറി വെർബ്സ് വെർബിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും അത് ഏതല്ല, ലെക്സിക്കൽ വേർഡിൽ ഫോം വേർഡല്ല, മറിച്ച് ഗ്രാമറ്റിക്കൽ വേർഡാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നൗണിനെ കുറിച്ചാണ്. നൗൺസ് എന്ന് പറഞ്ഞ നാമങ്ങൾ, മലയാളത്തിൽ പേര് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നൗൺസാണ്, നാമങ്ങളാണ്. നമുക്ക് എന്തിൻ്റെയും പേര് പറയണമല്ലോ. എനി വേർഡ് ദാറ്റ് names
gives a name of a place, person or a thing or idea becomes a noun. ഓക്കെ, അതിന് പല ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്, വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പ്രോപ്പർ നൗൺ. അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലം, പ്രോപ്പറായിട്ടുള്ള പേഴ്സൺ, പ്രോപ്പറായിട്ടുള്ള തിങ്സ്, അതിൻ്റെയൊക്കെ പേര് പറയുക. അതാണ് പ്രോപ്പർ നൗൺസ്. പേഴ്സൺസ്, എക്സാമ്പിൾ രാജ്, റാം, റഹീം, അങ്ങനെ എത്രയോ പേര്. പ്ലേസസിൻ്റെ പേര് ഡൽഹി, ഇംഗ്ലണ്ട്, ഭാരത്, അങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ. തിങ്സ്, സാധനങ്ങൾ പറയുമ്പോൾ ട്രീ, ഫ്ലവർ, നൈഫ്, അങ്ങനെ ധാരാളം സാധനങ്ങൾ. ഐഡിയാസ് പറയുമ്പോൾ ലവ്, ഡെമോക്രസി, മെമ്മറി, അങ്ങനെയുള്ള ഐഡിയാസ്, നമുക്ക് കോൺസെപ്റ്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതും ഇത്തരം നൗൺസിൽ വരുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം കോമൺ നൗണാണ്. അത് നെയിംസ് റെഫറിങ് ടു എ ക്ലാസ് ആണ്. ഒരു വിഭാഗം, ഒരു ക്ലാസ്. ഉദാഹരണം ബോയ്സ്, ഗേൾസ്, വിമിൻ, ആമി, ഫിഷ്, ബേർഡ്സ്, അങ്ങനെയൊക്കെ നമ്മളൊരു ക്ലാസ്സിനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ആണ് കോമൺ ആയിട്ട് പറയുന്ന വാക്ക്, കോമൺ വേർഡ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പൊതുവായി പറയുന്ന വാക്കാണ്, പൊതുവായി പറയുന്ന പേരാണ് കോമൺ നൗൺ. ദെൻ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ, ഗ്രൂപ്പ്, അതിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. നെയിംസ് ഓഫ് എ ഗ്രൂപ്പ് റെഫറിങ് ടു എ ഗ്രൂപ്പ്. അതെങ്ങനെയാണ്? ഹേർഡ്, ഹേർഡ് ഓഫ് ഒരു കൂട്ടം. അതുപോലെ സ്പെല്ലിംഗ് നോക്കുക, ഹേർഡിൻ്റെ സ്പെല്ലിംഗ് HERD. ദെൻ ഗ്യാങ്, GANG, ഗ്യാങ് ഓഫ് പീപ്പിൾ. ദെൻ പ്രൈഡ്, PRID, പ്രൈഡ്, ലയൺ. കബ്സ്, ബഞ്ചസ്, BUNCHES, ബഞ്ചസ്, ബഞ്ച്, ബഞ്ച് ഓഫ് കീസ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ കളക്റ്റീവായിട്ട് നമ്മൾ പറയും. അടുത്തത് നൗൺ നമ്മൾ വിഭജിക്കുന്നത് കോൺക്രീറ്റ് എന്നാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാവുന്നത്, സ്പർശിക്കാവുന്നത്, അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയ സംവേദനക്ഷമമായിട്ടുള്ള ഒക്കെ കോൺക്രീറ്റാണ്. എക്സാമ്പിൾ ഫാൻ, പെൻ, ടേബിൾ, പാൻസ്, PANTS, ലീഫ്, LEAF, അങ്ങനെയുള്ള വാക്കുകൾ. ദെൻ അടുത്ത വിഭാഗം, അഞ്ചാമത് വരുന്നത് അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് ആണ്, കോൺക്രീറ്റ് അല്ല. എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ മൂർത്തമായത്, രൂപമുള്ളത്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അമൂർത്തമായത്, രൂപമില്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ രൂപമില്ലാത്തതാകുമ്പോൾ എന്താണ്? ആ ശബ്ദം കേൾക്കുമ്പോൾ, വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഐഡിയ ഉണ്ടാവും, ഗസ് ചെയ്യാൻ കഴിയും, ഇന്നതായിരിക്കും, ഇന്നതാണ് എന്ന്. അത് ഊഹിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പൂവിൻ്റെ ഗന്ധം, സ്മെൽ, ഫ്രാഗ്രൻസ് സ്മെല്ലാണ് അല്ലേ? ഫ്രാഗ്രൻസ് സ്മെല്ലാണ്. ഒരു ആനയുടെ സ്മെല്ല് ചിലപ്പോൾ അത് സ്റ്റിഞ്ചിങ് സ്മെല്ലായിരിക്കും. പക്ഷേ സ്മെൽ, വി ഫീൽ ഇറ്റ് and we distinguish by guessing that it is an animal or a flower, like that we can guess, or we can experience. Love, we experience. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ടൈപ്പ് വാക്കുകൾ? നമുക്ക് ഊഹിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയുന്ന, ഫീൽ ചെയ്യാൻ കഴിയുന്ന കോൺസെപ്റ്റ്സിന്, ടേംസിന് കൊടുക്കുന്ന, ആശയങ്ങൾക്ക് കൊടുക്കുന്ന ടേംസാണ്, വാക്കുകളാണ്. എക്സാമ്പിൾ സ്വീറ്റ്നസ്, മധുരം. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ തൊട്ട് നോക്കാനോ കാണാനോ കഴിയില്ല. സ്മെല്ല് അങ്ങനെയാണ്. എയർ, വായു, നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും, പക്ഷേ വി കനോട്ട് ടച്ച് ഇറ്റ് ആൻഡ് സീ ഇറ്റ്. മറ്റേ വി ക്യാൻ സീ ഇറ്റ്, വി കോണ്ട് സീ ഇറ്റ്. ലവ് അങ്ങനെ വാക്കാണ്. അതൊക്കെ അബ്സ്ട്രാക്റ്റാണ്.
അതുപോലെ ദൈവം എന്ന് നമ്മൾ വാക്ക് ഉപയോഗിക്കുക, ഗോഡ് ഇറ്റ്സ് എ നൗൺ, ബട്ട് ഇറ്റ് ഈസ് ആബ്സ്ട്രാക്ട്. വി കോൺ സീ ഓർ ടച്ച് ഓർ ഫീൽ ഹൗ ഗോഡ് ഈസ്, ബട്ട് ഗസ്. ദെൻ കൗണ്ടബിൾ, ആറാമത്തെ പോയിൻ്റ് കൗണ്ടബിൾ, COUNTABLE. കൗണ്ടബിൾ മീൻസ് എണ്ണാവുന്നത്. എ ടേം ഫോർ വിച്ച് വി ക്യാൻ കൗണ്ട് ഫോർ നമ്പർ 1 2 3 4 5 6 7. ആ രീതിയിൽ നമുക്ക് എണ്ണിപ്പോകാവുന്ന വസ്തുക്കൾ. ടേബിൾ, ബെഞ്ച്, ഡെസ്ക്, ഗ്ലാസ്, ബിൽഡിംഗ്, ഇങ്ങനെയൊക്കെ നമുക്ക് എണ്ണാൻ കഴിയുന്ന സാധനങ്ങൾ അങ്ങനെ കൗണ്ടബിൾ. എന്നാൽ അൺകൗണ്ടബിൾ നമുക്ക് എണ്ണാൻ കഴിയാത്തത്, 1 2 നമുക്ക് എണ്ണാൻ കഴിയാത്തതാണ് അൺകൗണ്ടബിൾ. നെയിംസ് ടു തിങ്സ് ഓർ ഐഡിയാസ് വിച്ച് വി കോൺ കൗണ്ട്, എണ്ണാൻ കഴിയാത്തതാണ്. അപ്പോൾ എയർ നമുക്ക് എണ്ണാൻ കഴിയില്ല, വാട്ടർ നമുക്ക് എണ്ണാൻ കഴിയില്ല, മിൽക്ക് നമുക്ക് എണ്ണാൻ കഴിയില്ല, ലൈറ്റ് നമുക്ക് എണ്ണാൻ കഴിയില്ല. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളതിന് എ ഗ്ലാസ് ഓഫ് വാട്ടർ നമുക്ക് പറയാൻ കഴിയും. അത് കൊള്ളണം. ആ പാത്രത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് എണ്ണാൻ കഴിയും. മിൽക്ക്, എ പാക്കറ്റ് ഓഫ് മിൽക്ക് നമുക്ക് എണ്ണാൻ കഴിയും. പക്ഷേ മിൽക്ക് എന്ന് മാത്രം പറഞ്ഞാൽ എണ്ണാൻ കഴിയില്ല, വാട്ടർ എന്ന് മാത്രം പറഞ്ഞാൽ എണ്ണാൻ കഴിയില്ല, അല്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ആ രീതിയിൽ നൗൺസിനെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയിരിക്കുന്ന ക്രമം പല ഗ്രാമർ ബുക്കുകളിലും പല രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർഡറിലുള്ള പ്രസക്തിയില്ല, അതിൻ്റെ യൂസേജിലാണ് പ്രസക്തി എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഇത് നോക്കി പകർത്തി എഴുതി ഈ സമാനമായ ഉദാഹരണങ്ങൾ ബോധ്യപ്പെട്ട് നൗൺസിനെ മനസ്സിലാക്കുക. ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക്. ഓക്കെ, താങ്ക് യു.